പ്രൈസ് ദ ലോർഡ്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ 101ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദൈവദാസിദാസന്മാർ ദൈവമക്കൾ ഓൺലൈനിലൂടെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ഷണസിയെ നമ്മുടെ ദൈവം സൃഷ്ടിക്കായി കടന്നു വന്നിട്ടുള്ളത് പാസ്റ്റർ PK അലക്സാണ്ടർ ആണ്. പ്രിയ ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദൈവദാസൻ സൗദിയിൽ ജിദ്ദയിൽ ജോലിയോടൊപ്പം തന്നെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി അതിശക്തമായി കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജിദ്ദയിലുള്ള AG ചർച്ച് എന്നറിയപ്പെടുന്ന ദൈവസഭയുടെ ശുശ്രൂഷകനാണ്. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ചു വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ദൈവവചന സന്ദേശം ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ദേവദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനൊരു ചെറിയ പാട്ട് പാടുവാൻ പാട്ടിന്റെ ചില ഈരടികൾ പാടി ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ ദൈവകൃപയിൽ ശരണം പ്രാപിക്കുകയാണ്. തന്നീടുക നിൻ കൃപാവരങ്ങൾ, പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ. തന്നീടുക നിൻ കൃപാവരങ്ങൾ, പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ. ശത്രു തന്നൂടെ തീയമ്പുകളെ, ശത്രു തന്നൂടെ തീയമ്പുകളെ തൊടുത്തിടുന്നു തകർത്തിടുവാൻ, തൊടുത്തിടുന്നു തകർത്തിടുവാൻ. ഭാരം പ്രയാസം ഏറും നേരത്തിൽ ദുഃഖിതനായി ഞാൻ തീരും നേരത്തിൽ. ഭാരം പ്രയാസം ഏറും നേരത്തിൽ ദുഃഖിതനായി ഞാൻ തീരും നേരത്തിൽ. വാനമാറിയും ആരുമാനാഥൻ, വാനമാറിയും ആരുമാനാഥൻ അരികിലുണ്ട്, പതറുകില്ല. അരികിലുണ്ട്, പതറുകില്ല. തന്നിടുക നിൻ കൃപാവരങ്ങൾ, പോരാട്ടത്തിൽ ഞാൻ നീടാതെ. തന്നിടുക നിൻ കൃപാവരങ്ങൾ, പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ഇന്ന് രാത്രി കാലം ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. എന്റെ ശബ്ദം നിങ്ങൾക്കെല്ലാം കേൾക്കുവാൻ കഴിയുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം ഗോഡ് ഈസ് ലവിന്റെ പ്രോഗ്രാമിനുള്ള ബന്ധത്തിൽ 101ാമത്തെ പ്രോഗ്രാമിനുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ സർവശക്തനായ ദൈവം ഈ മരുഭൂമിയിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരുക്കിയ മഹാഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഹല്ലേലൂയ ഡെന്നിസ് ബ്രദറിനെ, സിസ്റ്ററിനെ, പ്രിയ മാതാവിനെ ഒക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഈ മീഡിയയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, എല്ലാ കർത്തൃദാസന്മാർക്കും, സഹോദരി സഹോദരന്മാർക്കും, പ്രിയ മാതാക്കൾക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം അനുഗ്രഹമായ ഗാനങ്ങൾ നമ്മുടെ മധ്യേ ആലപിപ്പാൻ കർത്തൃദാസനും പൈതലിനും ദൈവം കൃപ കൊടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. 101ാമത്തെ ഈ പ്രോഗ്രാമിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പിൻപോട്ട് നോക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി വലിയവ ചെയ്തു. അതുകൊണ്ടാണ് ഹല്ലേലൂയ ഇന്ന് രാത്രികാലം നമുക്ക് ഈ പ്രോഗ്രാമിനുള്ള ബന്ധത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം കൃപ നൽകി. പിന്നെയും ഹല്ലേലൂയ പ്രോഗ്രാമത്തെ ദൈവം അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്പനേരത്തെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്ന് ചില വാക്യങ്ങൾ വായിച്ച് വേഗത്തിൽ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണം പ്രാപിക്കുകയാണ്. അതിനാധാരമായി ഹല്ലേലൂയ സദൃശവാക്യങ്ങൾ 23ാം അധ്യായം അതിന്റെ 17, 18 വാക്യങ്ങൾ വായിക്കുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണം പ്രാപിക്കുകയാണ്. നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്. നീ എല്ലായ്പ്പോഴും യഹോവഭക്തിയോടെ ഇരിക്കുക. ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ഹല്ലേലൂയ. ജ്ഞാനിയിൽ ജ്ഞാനിയായിരിക്കുന്ന ശലോമോൻ
യെരൂശലേമിനെ വാണുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഹല്ലേലൂയ അവിടെയുള്ള ജനത്തോടും ലോക ജനത്തോടും വരുവാനുള്ള ജനത്തോടും ഹല്ലേലൂയ താൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി ദൈവകൃപയിൽ ആയിരുന്ന കാലയളവിൽ ഹല്ലേലൂയ എഴുതപ്പെട്ട ആ ഭാഗമാണ് ഇന്ന് രാത്രികാലം നാം വായിച്ച് കേൾക്കുവാനിടയായത്. സദൃശവാക്യത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം, അവന്റെ അധികാരികളോട്, അവന്റെ മാതാപിതാക്കളോട്, അവന്റെ ഭവനത്തോട്, അവന്റെ സമൂഹത്തോട് എങ്ങനെ ജീവിക്കണമെന്ന് ഹല്ലേലൂയ ആ സദൃശവാക്യം പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഓരോ മനുഷ്യന്റെ ആത്മീയ ഭൗതിക മണ്ഡലങ്ങളിൽ ഏതെല്ലാം വിധത്തിൽ ക്രമീകരണം വരുത്തണമോ, ഏതെല്ലാം വിധത്തിൽ ആത്മീയ ഉന്നമനം വരുത്തണമോ ആ രീതിയിൽ ഹല്ലേലൂയ ജീവിക്കേണ്ടതിന് അതൊരു പത്യോപദേശമായി ഹല്ലേലൂയ ഈ സദൃശവാക്യത്തെ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ അവിടെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് ഇപ്രകാരമാണ്. 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാണ് സോണുവരെ. നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്, നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തനായിരിക്കുക, ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ആമേൻ. അവിടെ 17-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന ഇപ്രകാരമാണ്, നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്. ഹല്ലേലൂയ നാം ആയിരിക്കുന്ന ഹല്ലേലൂയ ഈ ആധുനിക ലോകത്തിലും നാം ആയിരിക്കുന്ന സാഹചര്യത്തിലും ഹല്ലേലൂയ പാപികളോടും അഭക്തരോടും ഹല്ലേലൂയ നാം ദൈനംദിന ജീവിതം നയിക്കുമ്പോൾ, നാം ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ ദൈവഹിതമില്ലാത്ത പല വ്യക്തി ജീവിതങ്ങളുമായി നാം ഹല്ലേലൂയ അനുദിനം സമ്പർക്കം ചെയ്യുമ്പോൾ ഹല്ലേലൂയ അവരോട് നീ അസൂയപ്പെടുവാൻ ഇടവരരുത്. രണ്ടാമതായി കാണുവാൻ കഴിയുന്നത്, അവരോടൊപ്പം നീ ആയിരിക്കുമ്പോൾ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടുകൂടി ആയിരിക്കണം. നിന്റെ വാക്കുകൾ, നിന്റെ പ്രവർത്തികൾ, നിന്റെ ചിന്തകൾ ഒക്കെയും ഹല്ലേലൂയ മറ്റുള്ളവർക്ക് വ്യത്യസ്തത തോന്നത്തക്ക വിധത്തിൽ ഹല്ലേലൂയ നിന്റെ സംസാര വാക്കുകളിലൂടെ ഒരു പാപി മാനസാന്തരപ്പെടുവാൻ ഹല്ലേലൂയ നല്ല വാക്കുകൾ കൊടുത്ത് ഹല്ലേലൂയ അവന്റെ പ്രവൃത്തിയിൽ നിന്ന്, അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് മടങ്ങി വന്ന് ദൈവഹിത പ്രകാരമുള്ള, ദൈവ ഇഷ്ടപ്രകാരമുള്ള പ്രവൃത്തിയിലേക്ക് നീങ്ങേണ്ടതിനായി നാം എല്ലായ്പ്പോഴും ഹല്ലേലൂയ യഹോവ ഭക്തിയോടുകൂടി ആയിരിക്കണം. പലപ്പോഴും ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ, മറ്റുള്ള വ്യക്തികളുമായി ഇടപെടുമ്പോൾ നമുക്ക് പ്രതികൂലമായി ഹല്ലേലൂയ നമ്മുടെ ന്യായമായ കാര്യങ്ങൾ നമ്മുടെ സത്യസന്ധതയെ മറച്ചു കളഞ്ഞ് അവർ നമുക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിൽ ഹല്ലേലൂയ നമ്മളോട് ഹല്ലേലൂയ പ്രബോധിപ്പിക്കുകയാണ്, നീ അവനോട് അസൂയപ്പെടരുത്. ഹല്ലേലൂയ നീ ദുഷ്പ്രവൃത്തിക്കാർ മൂലം നീ മുഷിയരുത്. നീതികേട് ചെയ്യുന്നവരോട് നീ അസൂയപ്പെടുകയുമരുത്. ദുഷ്പ്രവൃത്തി ചെയ്യേണ്ടതിന് ദുഷ്ടൻ ഹല്ലേലൂയ അവനെ ഭരിക്കുന്നു. എന്നാൽ ഒരു ദൈവ പൈതലായിരിക്കുന്ന ഞാനും നിങ്ങളും ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിനാൽ ഭരിക്കപ്പെടുമ്പോഴും, ദൈവത്തിന്റെ ആത്മാവിനാൽ നിയോഗിക്കപ്പെടുമ്പോഴും, ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുമ്പോഴും ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ ഉണ്ടായിരിക്കേണ്ട ഗുണത്തെ കുറിച്ചാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ നാം പാപികളോട് അസൂയപ്പെടുവാനിടവരരുത്. പിന്നെയോ മറിച്ച് ഹല്ലേലൂയ നീ യഹോവ ഭക്തിയോടുകൂടി ആയിരിക്കണം. ഹല്ലേലൂയ ദൈവ സ്നേഹത്തിൽ ക്രിസ്തു യേശുവിന്റെ ഭാവം തന്നെ നമ്മളിൽ ഉണ്ടായിരിക്കണമെന്ന് ഹല്ലേലൂയ തിരുവചനം നമ്മളെ അനുശാസിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ അസൂയയിൽ നിന്ന് പാപമുണ്ടാകുവാനിടയായി തീരും, ദുഷ്പ്രവൃത്തി ഉണ്ടാകുവാനിടയായി തീരും. ദൈവരാജ്യം ഹല്ലേലൂയ നമുക്ക് അവകാശമാക്കുവാൻ കഴിയുകയില്ല. ഇത് മനസ്സിലാക്കിയ ദൈവഭക്തൻ നമ്മളോട് ബുദ്ധി ഉപദേശിക്കുകയാണ്, നീ പാപികളോട് അസൂയപ്പെടരുത്. നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോട് കൂടി ആയിരിക്കണം. ഹല്ലേലൂയ നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടുകൂടി ആയിരിക്കുമ്പോൾ അതിന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു, നിനക്കൊരു പ്രതിഫലമുണ്ടാകും നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ഹല്ലേലൂയ മറ്റുള്ളവർ നിന്നോട് അസൂയപ്പെടുന്നത് കൊണ്ട് നീ ഒരു കാര്യം ചിന്തിക്കണം, നിന്റെ മേൽ ദൈവത്തിന്റെ ഒരു
വാഴ്ത്തത്വമുണ്ട്. നിന്റെ മേൽ ദൈവത്തിന്റെ ഒരു തിരഞ്ഞെടുപ്പുണ്ട്. നീ അനുഗ്രഹം പ്രാപിക്കേണ്ടവനാണ്. നീ ശപിക്കപ്പെട്ടവനായി മാറേണ്ടവനല്ല. നിന്റെ ഈ അനുഗ്രഹത്തിന് തടസ്സമായി ഹല്ലേലൂയ ശത്രുവായവൻ ചില കെണികൾ ഒരുക്കുന്നതാണ്. അതുകൊണ്ടാണ് നിന്റെ ഹൃദയം ഹല്ലേലൂയ ആ നന്മ പ്രാപിക്കാതിരിക്കേണ്ടതിന്, ശത്രു ഒരുക്കുന്ന കെണിയിൽ നീ അകപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. നീ അവനോട് അസൂയപ്പെടരുത്. ഹല്ലേലൂയ. നമുക്ക് പലപ്പോഴും ജഡത്തിന്റെ പ്രവർത്തികൾ പല നിമിഷങ്ങളിലും വരുവാനിടയായിത്തീരും. ഹല്ലേലൂയ. നാം എല്ലായ്പ്പോഴും യഹോവഭക്തിയോടുകൂടി ആയിരിക്കണമെന്ന നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും നമ്മുടെ ജഡം നമ്മളിൽ ഉയരുവാനിടയായിത്തീരും. അത് മനസ്സിലാക്കിയ ജ്ഞാനിയായിരിക്കുന്ന ശലോമോൻ നമ്മോട് ബുദ്ധി ഉപദേശിക്കുകയാണ്. ഞാനും നിങ്ങളും ജനിക്കുന്നതിന് മുമ്പായി BC നൂറ്റാണ്ടിൽ ഈ വചനമേ രേഖപ്പെടുത്തുവാനിടയായി. വരും തലമുറയിൽ ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ നന്മ പ്രാപിക്കുവാൻ കഴിയാതെ വേണം ശത്രുവായവൻ ദൈവജനത്തെ വളച്ചു കളയുവാൻ വഴി കഴിയുവാൻ സാധ്യതകളുണ്ടെന്ന് ആത്മാവിൽ മനസ്സിലാക്കിയിട്ട് നമ്മളോട് ബുദ്ധി ഉപദേശിക്കുകയാണ്. നീ പാപികളോട് അസൂയപ്പെടരുത്. ഹല്ലേലൂയ. നീ എല്ലായ്പ്പോഴും യഹോവഭക്തിയോട് കൂടി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഹല്ലേലൂയ പ്രതിഫലമുണ്ടാകും. ഹല്ലേലൂയ. നിശ്ചയം നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 14:37 അധ്യായം പഠിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ ഒരു വ്യക്തി ജീവിതത്തെ കുറിച്ച് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഹല്ലേലൂയ 2 വ്യക്തി ജീവിതങ്ങളാണ് യാക്കോബും ഹല്ലേലൂയ ജോസഫും. യാക്കോബിന്റെ പുത്രനായിരിക്കുന്ന യോസഫിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പ്രതിസന്ധികൾ അനവധിയാണ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം ഹല്ലേലൂയ 37 അധ്യായം ഹല്ലേലൂയ അതിന്റെ ഹല്ലേലൂയ 6 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാണ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 37:6 മുതൽ. അത് തന്നെ. ഞാൻ കണ്ട സ്വപ്നം കേട്ടുകൊള്ളുവീൻ. നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ എന്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു. നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എന്റെ കറ്റയെ നമസ്കരിച്ചു. അവന്റെ സഹോദരന്മാർ അവനോട്, നീ ഞങ്ങളുടെ രാജാവാകുമോ? നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞു. അവന്റെ സ്വപ്നങ്ങൾ നിമിത്തം അവന്റെ വാക്കു നിമിത്തവും അവനെ പിന്നെയും അധികം ദോഷിച്ചു. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ഹല്ലേലൂയ ജോസഫ് ഒരു ദർശനം കാണുവാനിടയായി, ഒരു സ്വപ്നം കാണുവാനിടയായി. അത് അവന്റെ പരമാർത്ഥതയോടെയുള്ള ഹൃദയത്തോടു കൂടി തന്റെ സഹോദരന്മാരോട് അവനത് പങ്കുവെക്കുവാനിടയായി. എന്നാൽ ആ സഹോദരന്മാർ അവന്റെ സ്വപ്നത്തെ കേട്ടിട്ട് അവനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ ഞങ്ങളിൽ ഹല്ലേലൂയ ഇളയവനായിരിക്കെ നീ ഞങ്ങൾക്ക് രാജാവാകുമോ? ഹല്ലേലൂയ. നീ ഞങ്ങളെ ഭരിക്കുമോ എന്ന് ചോദിക്കുകയാണ്. ആളില് ദർശനം കണ്ടവൻ, ആളില് വാഴ്ത്തമുള്ളവൻ, ഹല്ലേലൂയ ഹല്ലേലൂയ ഒന്നും മിണ്ടാതെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ അവന്റെ ദർശനം പ്രാപിക്കുവോളം ദൈവസന്നിധിയിൽ അവരോട് അസൂയപ്പെടാതെ ജീവിച്ചതായി തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അവരോട് അവൻ അസൂയപ്പെടുകയോ ഹല്ലേലൂയ അത് നിമിത്തം ഹല്ലേലൂയ അവന്റെ യഹോവ ഭക്തി വിട്ടുകളയുകയോ ചെയ്യാതെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ കർത്താവേ നീ എനിക്ക് നൽകിയ ദർശനത്തിന്റെ സമാപ്തിയിൽ എത്തേണ്ടതിന് ഞാൻ നിന്റെ സമയത്തിനായി കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതായ ഹല്ലേലൂയ ജോസഫിനെയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഒരിക്കൽ അവന്റെ അപ്പനായിരിക്കുന്ന യാക്കോബ് ഹല്ലേലൂയ അവനോട് പറഞ്ഞു, നിന്റെ സഹോദരന്മാർ ഹല്ലേലൂയ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരുടെ ക്ഷേമം അന്വേഷിച്ച് കടന്നു വരുവാൻ പറയുമ്പോൾ ഹല്ലേലൂയ മടി കൂടാതെ ഹല്ലേലൂയ ഈ വാക്കുകളൊക്കെ ഹല്ലേലൂയ കേട്ട ഹല്ലേലൂയ ജോസഫ് തന്റെ സഹോദരന്മാരോട് അസൂയപ്പെടുകയോ ഹല്ലേലൂയ നീരസപ്പെടുകയോ ചെയ്യാതെ തന്റെ പിതാവിന്റെ വാക്കുകൾ ശിരസാൽ വഹിച്ച് തന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഭക്ഷണ സാധനവുമായി ഹല്ലേലൂയ കടന്നു ചെല്ലുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അവൻ ഹല്ലേലൂയ ജോസഫ് ഹല്ലേലൂയ കടന്നു വരുമ്പോൾ തന്നെ
ദൂരവേ തന്നെ ഹല്ലേലൂയ അവന്റെ സഹോദരന്മാർ അവനെ കണ്ടിട്ട് പറയുകയാണ്, ഹല്ലേലൂയ ഇതാ വരുന്നു സ്വപ്നക്കാരൻ, ഹല്ലേലൂയ ഇതാ വരുന്നു ഒരു ദൈവഭക്തൻ, ഹല്ലേലൂയ നമ്മുടെ രാജാവാകുവാൻ ആഗ്രഹിക്കുന്നവൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് അവനെതിരെ ദുഷ്ടചിന്തകൾ ഉണ്ടാകുവാൻ ഇടയായി. അവൻ കടന്നു വന്നിട്ട് ഹല്ലേലൂയ അവരെ ഹല്ലേലൂയ അവനെ പിടിച്ചു, അവന്റെ അങ്കി വലിച്ചു കീറി. ഹല്ലേലൂയ അവൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ച അവർ ഭക്ഷിച്ച് ബലം പ്രാപിച്ച ശേഷമായി അവന് ഹല്ലേലൂയ ലോകത്തിൽ അവനെ അപമാനിക്കാമെന്ന പരമാവധി സഹോദരന്മാർ അവനെ അപമാനിച്ച് അവന്റെ വസ്ത്രം വലിച്ചു കീറി മാറ്റിവെച്ചതിന് ശേഷമായി അവനെ ഹല്ലേലൂയ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഉയർച്ച പ്രാപിക്കരുത്, അവനിനി മടങ്ങി വരരുത് എന്ന് ചിന്തിച്ച് ഒരു പൊട്ടക്കിണറ്റിൽ എറിഞ്ഞതായി തിരുവചനം അവിടെ പഠിപ്പിക്കുകയാണ്. ദൈവഭക്തിയുള്ള ദൈവ പൈതലേ, ദർശനം പ്രാപിച്ച ദൈവ പൈതലേ, ലോകം നിന്നെ അപമാനിച്ചേക്കാം, നിന്റെ വസ്ത്രം വലിച്ചു കീറിയേക്കാം, നീ ഉയർന്നു വിചാരിച്ച് ഹല്ലേലൂയ കൊട്ടങ്കെട്ടിലേക്ക് വലിച്ചെറിഞ്ഞേക്കാം. എന്നാൽ നീ അസൂയപ്പെടാതെ, ഹല്ലേലൂയ നീ നീരസപ്പെടാതെ യഹോവ ഭക്തിയോടെ ഹല്ലേലൂയ ജോസഫിനെ പോലെ നിൽക്കുവാൻ തയ്യാറായാൽ നിന്റെ സ്ഥിതിക്ക് എന്റെ കർത്താവ് മാറ്റം വരുത്തും. ഹല്ലേലൂയ നിന്റെ അവസ്ഥയ്ക്ക് കർത്താവ് മാറ്റം വരുത്തും. ഹല്ലേലൂയ നിനക്ക് വേണ്ടി ദൂതന്മാരെ അയക്കും. ആരും ചിന്തിക്കാത്ത മണ്ഡലങ്ങളിലൂടെ, ആരും കരുതാത്ത മണ്ഡലങ്ങളിലൂടെ, ആരും ഹല്ലേലൂയ അറിയാത്ത രീതിയിൽ നിന്നെ ഉയർത്തേണ്ടതിന് ഹല്ലേലൂയ നിനക്ക് വേണ്ടി ചില സഞ്ചാരികളെ ആ ദേശത്തേക്ക് അയക്കുവാനിടയായി തീരാം. അവർ അവനെ പൊട്ടക്കിണറ്റിലിട്ടതിന് ശേഷമായി ഞങ്ങൾ വലിയ ഏതോ കാര്യം സാധിച്ചു പോയെന്ന് ചിന്തിച്ച അല്ലെങ്കിൽ അവന്റെ സഹോദരന്മാർ ചിന്തിച്ചുകൂടാ അത് കൂടിയിരിക്കുമ്പോൾ അത് കടന്നു വരുന്ന ഹല്ലേലൂയ സാമ്പ്രാണി തിരിയും സുഗന്ധദ്രവ്യങ്ങൾ വിൽക്കുന്ന ഹല്ലേലൂയ കച്ചവടക്കാരെ കാണുവാനിടയായി. ഹല്ലേലൂയ ഹല്ലേലൂയ അവരെ കണ്ടിട്ട് അവരെ അടുക്കൽ ചെന്നിട്ട് ഹല്ലേലൂയ ജോസഫിനെ വിറ്റുകളഞ്ഞു എന്ന് കാണുവാൻ കഴിയുന്നു. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവനെ കൊന്നുകളഞ്ഞാൽ നമുക്കൊരു പ്രയോജനവുമില്ല. ഹല്ലേലൂയ എന്നാൽ ഇവനെ വിറ്റുകളഞ്ഞാൽ നമുക്കതിൽ നിന്ന് എന്തൊക്കെ ലഭിക്കും? ഹല്ലേലൂയ നമുക്ക് സാമ്പത്തികമായി ചില നന്മകൾ ഉണ്ടാകുവാൻ ഇടയായി തീരും, നമുക്ക് അല്പസമയം സന്തോഷിക്കുവാൻ ഇടയായി തീരുമെന്ന് ചിന്തിച്ച് ജോസഫിന് തന്റെ സഹോദരന്മാർ കൊടുത്ത വിലയെന്ന് പറയുന്നത് 20 വെള്ളിക്കാശിന്റെ വിലയാണ്. ഹല്ലേലൂയ ജോസഫിന് തന്റെ സഹോദരന്മാർക്ക് കൊടുത്ത് സഹോദരന്മാർ തന്റെ ജോസഫിന് കൊടുത്തത്. എന്നാൽ ആ 20 വെള്ളിക്കാശ് ദൈവം അവന് കണക്കിട്ടു. യഹോവ ഭക്തിയോടെ ഇരുന്ന ദൈവ പൈതലേ, അവൻ വിറ്റ് കളഞ്ഞിട്ടും അവന്റെ സഹോദരന്മാരോട് അസൂയപ്പെടാതെ നീരസപ്പെടാതെ വസ്ത്രം ഇല്ലാത്തവനായി നഗ്നനായി അരവസ്ത്രം ധരിച്ചുകൊണ്ട് അവരുടെ പിന്നാലെ കച്ചവടക്കാർക്ക് വിറ്റ് കളയുമ്പോൾ അവരുടെ പിന്നാലെ അവൻ നടന്നു പോകുന്ന അവസ്ഥയാണ്. അവനെ വിറ്റ് കളയുമ്പോൾ അവന് 17 വയസ്സാണുള്ളത്. അവന്റെ ചരിത്രം പഠിക്കുമ്പോൾ അവൻ മാതാവില്ലാതെ വളർന്നു വന്നൊരു ദൈവ പൈതലാണ്. പലപ്പോഴും സ്നേഹം ലഭിക്കേണ്ട മണ്ഡലങ്ങളിൽ സ്നേഹം ലഭിക്കാതെ ആദരവ് ലഭിക്കേണ്ട മണ്ഡലങ്ങളിൽ ആദരവ് ലഭിക്കാതെ വളർന്നു വന്നവൻ എന്നിട്ടും യഹോവ ഭക്തിയോടെ ജീവിക്കുവാനിടയായി. ഹല്ലേലൂയ അസൂയപ്പെടാതെ ജീവിക്കുവാനിടയായി. പിതാവിൽ നിന്ന് കേട്ട ദൈവവചനം ഹല്ലേലൂയ ദൈവത്തിന്റെ മഹത് സത്യങ്ങൾ അനുസരിച്ച് അവനാൽ ആവോളം ജീവിക്കുവാൻ തുടങ്ങി. അവന്റെ ജീവിതത്തിൽ ജീവിക്കുവാൻ ദൈവത്തിന് വേണ്ടി, അവന്റെ ദർശനത്തിന്റെ സമാപ്തിക്ക് വേണ്ടി, അവന്റെ സ്വപ്നത്തിന്റെ സമാപ്തിക്ക് വേണ്ടി അവൻ കഷ്ടം ഒന്നാമതായി സഹിച്ചു. ഹല്ലേലൂയ വസ്ത്രം വലിച്ചു കീറി ഗൂഢാലോചനകൾക്ക് ഇരയായി തീർന്നു. രണ്ടാമതായി അവനെ അടിമയാക്കി വിറ്റ് കളഞ്ഞു. ഹല്ലേലൂയ അടിമയാക്കി വിറ്റ് കളഞ്ഞിട്ട് അവർ ഹല്ലേലൂയ 20 വെള്ളിക്കാശിന് വിറ്റ് ഹല്ലേലൂയ അവനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി. മിസ്രൈമിലേക്ക് കൊണ്ടുചെന്നപ്പോൾ ഹല്ലേലൂയ അടിമ ചന്തയിൽ നിർത്തി. ഹല്ലേലൂയ ദൈവഭക്തന്മാരെ, ഹല്ലേലൂയ നമ്മുടെ നന്മ പ്രാപിക്കാതിരിക്കേണ്ടതിന് നമ്മളെ പരസ്യകോലമാക്കുവാൻ ലോകത്തിലുള്ള ശക്തികൾ ഹല്ലേലൂയ ഹല്ലേലൂയ നിന്നെ പരസ്യകോലമാക്കി മാറ്റി നിർത്തിയാൽ ആ പരസ്യകോലം എവിടെ ചെയ്തുവോ ആ ദേശത്ത് നിന്നെ ഉയർത്തുവാൻ എന്റെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ
നീ എവിടെ തകർന്നു പോകുമെന്ന് ഹല്ലേലൂയ നിന്റെ കൂടപ്പിറപ്പുകൾ നിന്റെ മറ്റ് സ്നേഹിതർ ഹല്ലേലൂയ ആഗ്രഹിച്ചോ, ആ മണ്ഡലത്തിൽ ദൈവം നിന്നെ ഉയർത്തുന്ന ദൈവമാണ്. ജോസഫ് ഹല്ലേലൂയ അടിമച്ചന്തയിൽ നിന്നപ്പോൾ ഹല്ലേലൂയ അവന്റെ ആരോഗ്യം കണ്ടിട്ട്, അവൻ നടന്നു വന്ന ക്ഷീണം കണ്ടിട്ട് ഹല്ലേലൂയ ആരും അവനെ മേടിക്കാതിരുന്നപ്പോൾ അവനോട് ദയ തോന്നിയിട്ട് പൊത്തിപ്പേർ എന്ന് പറയുന്ന ഒരു വ്യക്തി അവനെ വാങ്ങിക്കുവാനിടയായി. അവന്റെ ഭവനത്തിലേക്ക് കൊണ്ടുചെന്നു. ഹല്ലേലൂയ നിന്നെ ആരും വാങ്ങിക്കുവാൻ ഇല്ല എങ്കിൽ ദൈവം ഹല്ലേലൂയ ഒരു വ്യക്തിയെ നിന്നെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി, നിന്നെ ഹല്ലേലൂയ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവിടെ ഒരുക്കുവാനിടയായി തീരാം. ഹല്ലേലൂയ പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ ചെന്ന ഞാൻ ഇപ്രകാരമാണ് ചിന്തിക്കുന്നത്. ഹല്ലേലൂയ അവനോട് പറഞ്ഞു കാണും, നീ ഒന്ന് പോയി കുളിച്ചിട്ട് വാ എന്ന് പറഞ്ഞവന് എണ്ണയും സോപ്പും ഒക്കെ കൊടുത്ത് അതിനുശേഷമായി അവന്റെ സഹോദരന്മാർ വലിച്ചു കയറിയ വസ്ത്രത്തിന് പകരമായി അവന് വേറൊരു വസ്ത്രം കൊടുത്തു. അവന്റെ സഹോദരന്മാർ വലിച്ചു കയറിയ വസ്ത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. അവന്റെ പിതാവ് അവന്റെ സ്നേഹത്തോട് അവനൊരു നീല അങ്കി ധരിച്ചു കൊടുത്തു എന്നാണ്. പിതാവ് സ്നേഹത്തോടെ കൊടുത്ത വസ്ത്രം സഹോദരന്മാർ ഈ ലോകത്തിലുള്ളവർ വലിച്ചു കീറിയെങ്കിലും അവർ വലിച്ചു കീറിക്കൊള്ളട്ടെ, അവരെ ഹല്ലേലൂയ അതിനായി ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് ചിന്തിച്ച ഒത്തിപ്പേരന്റെ ഭവനത്തിൽ അവൻ വേറെ വസ്ത്രവുമായി ധരിച്ച ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ ഒത്തിപ്പേർ ഏൽപ്പിച്ച വിഷയങ്ങളുടെ മേൽ വിശ്വസ്തയോടെ നിൽക്കുവാനിടയായി. ഹല്ലേലൂയ കാലങ്ങൾ കഴിഞ്ഞു, ദിവസങ്ങൾ കഴിഞ്ഞു. ഹല്ലേലൂയ അവൻ ആരോഗ്യമുള്ളവനായി, കോമളത്വമുള്ളവനായി, യൗവനക്കാരനായി മാറുവാനിടയായി. ഹല്ലേലൂയ അവന് യഹോവ ഭക്തി ചോദ്യം ചെയ്യുന്ന വിഷയങ്ങളിലേക്ക് അവൻ പ്രവേശിക്കുവാനിടയായി. ഹല്ലേലൂയ യഹോവ ഭക്തി ഉള്ളവൻ ഹല്ലേലൂയ പാപം ചെയ്യാതിരിക്കേണ്ടതിന് തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഹല്ലേലൂയ അസൂയപ്പെടാതെ യഹോവ ഭക്തിയോടുകൂടെ ആയിരിക്കുവാനിടയായതുകൊണ്ട് അവൻ ഹല്ലേലൂയ പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ നിന്ന് കാരാഗ്രഹത്തിലേക്ക് കടന്നു പോകുവാൻ ഇടയായി. ഹല്ലേലൂയ നീ യഹോവ ഭക്തിയോടുകൂടി ആയിരിക്കുമ്പോൾ, ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, നീ പലപ്പോഴും ഹല്ലേലൂയ കാരാഗ്രഹത്തിലേക്ക് കടന്നു പോകേണ്ടി വന്നാലും കാരാഗ്രഹത്തിൽ നിന്നെ സംരക്ഷിക്കേണ്ടതിന്, നിന്നോട് കരുണ കാണിക്കേണ്ടതിന് ദൈവം ഒരാളിനെ അവിടെ ഒരുക്കുവാനിടയായി തീരാം. ഹല്ലേലൂയ ഇതിനെല്ലാം കാരണക്കാരായ തന്റെ സഹോദരന്മാരോട് അവൻ ഒരിക്കലും അസൂയപ്പെട്ടില്ല, ഹല്ലേലൂയ നീരസപ്പെട്ടില്ല. ഈ ഹല്ലേലൂയ ഈ യഹോവ ഭക്തി അവൻ ത്യജിച്ചു കളഞ്ഞില്ല. ഹല്ലേലൂയ അവന് മുറുകെ പിടിക്കുവാനിടയായി. എത്രത്തോളം കഷ്ടം സഹിക്കുന്നുവോ അത്രത്തോളം യഹോവ ഭക്തിയോടുകൂടി അവൻ ആയിരിക്കുവാനിടയായി. അവൻ ഹല്ലേലൂയ കണ്ട ദർശനം ഹല്ലേലൂയ ഇപ്രകാരമാണ്: 11 കറ്റകളും സൂര്യനും ചന്ദ്രനും ഹല്ലേലൂയ എന്നെ നമസ്കരിക്കുന്നു എന്ന ഹല്ലേലൂയ ലോകത്തിലുള്ള സർവ്വശക്തികളും ഹല്ലേലൂയ അവനെ നമസ്കരിക്കുന്നു എന്നുള്ള ഹല്ലേലൂയ ഒരു ദർശനമാണ് കണ്ടത്. ഹല്ലേലൂയ ദർശനത്തിന്റെ സമാപ്തിയിലേക്ക് അവൻ കഷ്ടമൊന്ന് സഹിച്ചു, 2 സഹിച്ചു, 3 സഹിച്ചു. ഹല്ലേലൂയ 4മതായി കാരാഗ്രഹത്തിലേക്ക് കടന്നു വരുന്നതായി കാണുവാൻ കഴിയും. ഹല്ലേലൂയ കാരാഗ്രഹത്തിൽ കിടന്നിട്ടും ഹല്ലേലൂയ അവന്റെ യഹോവ ഭക്തി അവൻ വിട്ടുകളഞ്ഞില്ല. വിട്ടുകളയാതെ ഹല്ലേലൂയ അവിടെ അവനെ ഏൽപ്പിച്ച കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്തത് കൊണ്ട് കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നുവാനിടയായി. നീ എവിടെ ഏത് സാഹചര്യത്തിൽ ഏത് കഷ്ടത അനുഭവിച്ചാലും തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്: നീ മറ്റുള്ളവരോട് അസൂയപ്പെടരുത്. നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടുകൂടിയായിരിക്കണം. നിനക്ക് ദൈവം തന്നിരിക്കുന്ന വാഴ്ത്തത്തെ നിവർത്തി പ്രാപിക്കേണ്ടതിന്, നന്മ പ്രാപിക്കേണ്ടതിന് ചില കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ഹല്ലേലൂയ നീ യഹോവ ഭക്തിയോടുകൂടിയായിരുന്നാൽ ആ നന്മ നിന്റെ കരങ്ങളിൽ പ്രാപിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ നീ മരിച്ച് മൺമറഞ്ഞ ശേഷമല്ല ഹല്ലേലൂയ നന്മ നിനക്ക് ലഭിക്കുന്നത്. നിന്നോട് ചെയ്ത വാഴ്ത്തത്വം, നീ കണ്ട ദർശനത്തിന് ഹല്ലേലൂയ ദർശനം നിന്റെ ജീവിതത്തിൽ തന്നെ, നീ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, നിന്റെ സഹോദര കുടുംബത്തിൽ തന്നെ, ഹല്ലേലൂയ നീ ജീവിച്ച സമൂഹത്തിൽ തന്നെ ദൈവം നിന്നെ മാനിപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി
കൊടുക്കുന്ന ഒരു വഴികളിൽ കഷ്ടങ്ങൾ ഏറെയുണ്ട്. ദർശനം കണ്ടപ്പോൾ അവൻ ചിന്തിച്ചില്ല, ഈ മേഖലകളിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വരുമെന്ന്. വിളി ലഭിച്ച ദൈവജനമേ, നീ വിളിയുടെ അടിസ്ഥാനത്തിൽ നീ ഇറങ്ങി തിരിച്ചു എങ്കിൽ ക്രിസ്തു യേശുവിന്റെ വരവോളം, കർത്താവിന്റെ രണ്ടാമത്തെ വരവോളം ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളും ദൈവം നിന്നോട് പറഞ്ഞിരിക്കുന്ന വിശുദ്ധിയോടും നിർമ്മലതയോടും നിഷ്കളങ്കതയോടും ജീവിപ്പാൻ തിരുവചനം നമ്മളെ അനുശാസിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോസഫ് ആ ഭവനത്തിൽ കാരാഗ്രഹത്തിലായിരുന്നു കൊണ്ട് അവൻ അവിടെയും യഹോവ ഭക്തനായിരുന്നു. എന്നാൽ നാളുകൾ കഴിഞ്ഞിട്ട് രാജകൊട്ടാരത്തിൽ നിന്ന് രണ്ട് വ്യക്തി ജീവിതങ്ങൾ അവിടെ കടന്നു വരുന്നതായി കാണുവാൻ കഴിയും. അവിടെ കടന്നു വരുന്നത് രണ്ട് പ്രത്യേക ജോലികൾ ചെയ്യുന്ന വ്യക്തി ജീവിതങ്ങളുടെ അധിപതികളാണ്. പാനപാത്രവാഹകനും പാകനുമായിരിക്കുന്നവൻ. ഒരു രണ്ട് പേരാണ് അവിടെ കടന്നു വരുന്നത്. അവർ കണ്ട് നാളുകൾ കഴിഞ്ഞ കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ ജോസഫുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലയളവിൽ അവർ ഒരു രാത്രിയിൽ രണ്ട് സ്വപ്നം കാണുവാനിടയായി. അവർ പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവരുടെ മുഖം വിഷാദിച്ചിരിക്കുന്നത് കണ്ടിട്ട് യഹോവ ഭക്തിയുള്ള ദൈവദാസൻ അവരുടെ അടുക്കലേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ മുഖം വിഷാദിച്ചിരിക്കുന്നത് എന്താ? അവർ കണ്ട ദർശനങ്ങൾ സ്വപ്നങ്ങൾ അവരോട് പറയുമ്പോൾ ആ സ്വപ്നത്തെ വിവരിച്ചു കൊടുക്കുവാൻ ഇടയായി. അത് എന്തുകൊണ്ടാണ് അവരെ ആ സ്വപ്നം വിവരിച്ചു കൊടുക്കുവാൻ ജോസഫിന് ദൈവകൃപ ലഭിച്ചത്? അവൻ ഈ 4 കഷ്ടങ്ങളിലൂടെ കടന്നുപോയിട്ടും അവൻ ദൈവഭക്തി, യഹോവ ഭക്തി കൈവിടാതെ, ആരോടും അസൂയപ്പെടാതെ, അവന്റെ സഹോദരങ്ങളോടോ, പൊത്തിപ്പേറിന്റെ ഭവനത്തൊല്ലോടോ, പൊത്തിപ്പേറിനോടോ, രാജാവിനോടോ, ദൈവത്തോടോ അവൻ അസൂയപ്പെടാതെ, എനിക്ക് വെച്ചിരിക്കുന്ന ദർശനം, ഞാൻ കണ്ടിരിക്കുന്ന ദർശനം ഞാൻ പ്രാപിക്ക തന്നെ ചെയ്യുമെന്നുള്ള പ്രത്യാശയോടുകൂടി അവൻ മുന്നോട്ട് കടന്നു പോകുവാനിടയായി. ഹല്ലേലൂയ. അവർ കണ്ട ദർശനം അവനോട് പറഞ്ഞപ്പോ അവൻ പറയുകയാണ്, ഹല്ലേലൂയ, ഇന്നേക്ക് 3-ാമത്തെ ദിവസം നീ പാനപാത്രവാഹകനോട് പറയുന്നു, നീ രാജാവിന്റെ രാജസന്നിധിയിൽ നിൽക്കുവാനിടയായി തീരും. രണ്ടാമതുള്ളവനോട് പറയുകയാണ്, ഇന്നേക്ക് 3-ാമത്തെ ദിവസം ആകാശത്തുള്ള പറവകൾ നിന്റെ നിന്റെ ശരീരത്തെ കൊത്ത് കളയും, നീ മരണയോഗ്യനായി തീരുവാനിടയായി തീരും എന്ന് 2 കാര്യങ്ങൾ ദർശനം പറയുവാനിടയായി. സ്വപ്നം വിവരിച്ച് പറഞ്ഞതുപോലെ സംഭവിച്ചു. പിന്നെയും നാളുകൾ കഴിഞ്ഞു. സ്വപ്നം വിവരിച്ച് നാളുകൾ കഴിഞ്ഞു. എന്നാലും അവൻ കടന്നു പോകുമ്പോൾ അവരോടൊരു വാക്ക് പറഞ്ഞു. ഇവിടെ ഒരു എബ്രായ ബാലനുണ്ട്. അവനെ കുറിച്ച് നിങ്ങൾ രാജാവിന്റെ സന്നിധിയിൽ ഓർമ്മിപ്പിക്കണം, ഞാൻ നിരപരാധിയാണ്, ഞാൻ പാപമൊന്നും ചെയ്തിട്ടില്ല, ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, ചെയ്യാത്ത കുറ്റത്തിനാണ് ഞാൻ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത് എന്ന് ഒന്ന് ഉണർത്തണമേ എന്ന് അവരോട് പറഞ്ഞിട്ട് അവർ മറന്നു പോകുവാനിടയായി. ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, അത് ദൈവഹിത പ്രകാരമാണ് മറന്നു പോകുവാനിടയായത്. പാനപാത്രവാഹകൻ ജോസഫിനെ ഓർത്തു എങ്കിൽ അവനോട് രാജാവിന്റെ സന്നിധിയിൽ അവനെ കുറിച്ച് പറഞ്ഞുവെങ്കിൽ, ചരിത്രങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം, കേസിന്റെ ഹിസ്റ്ററി മനസ്സിലാക്കിയ ശേഷം രാജാവ് അവനോട് പറയും അവനെ പുറത്തു കൊണ്ടുവരുവാൻ. എന്നാൽ അവൻ പുറത്തു വന്നാൽ അവൻ വെറും ഒരു സെക്യൂരിറ്റി ആയോ വേറൊരു ജോലിയിലേക്ക് പ്രവേശിക്കുവാനിടയായി തീരും. എന്നാൽ അത് അങ്ങനെയല്ല. ദർശനവും അവൻ കണ്ട സ്വപ്നവും ഫലിക്കേണ്ടതിന് പാനപാത്രവാഹകൻ അത് മറന്നു പോകുവാനിടയായി. പ്രിയമുള്ള ദൈവമക്കളെ, ഞാനും നിങ്ങളും പലപ്പോഴും പലർക്കും പല ഉപകാരങ്ങൾ ചെയ്യുമ്പോഴും അവർ ഓർക്കണമെന്ന് നമ്മൾ ചിന്തിക്കും. അവർ ഓർക്കാതിരിക്കുമ്പോൾ നമുക്ക് സങ്കടമുണ്ടാകും, നമുക്ക് പ്രയാസമുണ്ടാകും. അപ്പോൾ നാം ഈ കാര്യം ചിന്തിക്കണം, അവർ ദൈവഹിത പ്രകാരമാണ്
നമ്മളെ ഓർക്കാഞ്ഞത്. അവർ ദൈവഹിത പ്രകാരമാണ്. ദൈവത്തിന്റെ പദ്ധതി ഉണ്ടായിരുന്നു എങ്കിൽ അവരെന്നെ ഞങ്ങളെ ഓർത്തേനെ. അവരോട് നാം നിരാശപ്പെടരുത്, അസൂയപ്പെടരുത്. അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യാവൂ. കർത്താവേ, ഞാൻ അവർക്ക് ഇന്നതൊക്കെ ചെയ്തിട്ടും അവർ എന്റെ ഒരു സാഹചര്യത്തിൽ അവരെനിക്ക് സഹായമായി വന്നില്ലല്ലോ, ഒരു വാക്കുകൊണ്ട് പോലും എനിക്കൊരു ആശ്വാസ വാക്ക് തന്നില്ലല്ലോ എന്ന് നാം ഹൃദയത്തിൽ ചിന്തിക്കുക പോലും ചെയ്യരുത്. അത് ദൈവം അനുവദിച്ചെങ്കിൽ മാത്രമേ അതങ്ങനെ സംഭവിക്കുകയുള്ളൂ. അവർ ചിന്തിച്ചാൽ ഞാനത് അവരെ സഹായിച്ചത് കൊണ്ടാണ് അവർ ഇങ്ങനെ ഈ നിലയിൽ എത്തിച്ചേർന്നതെന്ന് ലോകം പറയുവാൻ ഇടയാകും. സ്തുതി വിഗ്രഹങ്ങൾക്കും മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കാത്തവനായ യഹോവ, സ്തുതിക്ക് യോഗ്യനായ കർത്താവ്, മാനവും മഹത്വവും വേണ്ട കർത്താവ്, ലോകത്തിന്റെ ജീവിതങ്ങൾ നിന്നെ മറന്നുപോയാൽ നീ ചിന്തിക്കണം, ഇത് ദൈവഹിത പ്രകാരമാണ്. ഹല്ലേലൂയ. പാനപാത്രവാഹകൻ മറന്നുപോയി. നാളുകൾ കഴിഞ്ഞു. എന്റെ ദൈവത്തിനറിയാം നിന്നെ കാണിച്ച ദർശനം, ആ സ്വപ്നം എന്ന് സാഫല്യത്തിൽ വരുത്തണമെന്ന്. സമയമായപ്പോ തൊടേണ്ടടുത്ത് എന്റെ കർത്താവ് തൊടുവാനിടയായി. നിന്നെ ഉയർത്തുവാൻ സമയമാകുമ്പോൾ ഏത് വ്യക്തി ജീവിതങ്ങളോട് സംസാരിക്കണമോ, എവിടെ തൊടണമോ എന്നെന്റെ കർത്താവിനറിയാം. ആ മണ്ഡലത്തിൽ എന്റെ കർത്താവ് തൊടുവാനിടയായി തീരും. തുടർന്ന് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നതാണ്. ഒരിക്കൽ ഫറവോനൊരു സ്വപ്നം കാണുവാനിടയായി. സ്വപ്നം കണ്ടപ്പോൾ അതിനെ വിവരിക്കുവാൻ ദേശത്തിലെ വിദ്വാൻമാർ, ആവിചാരന്മാർ, ലക്ഷണ വിദ്യക്കാർ, അഞ്ജനം നോക്കുന്നവർ സകലവരും ബിസ്രേമിലുള്ള സർവ്വ വിദ്വാൻമാരെയും സർവ്വ ആൾക്കാരെയും ദർശനം സ്വപ്നത്തെ വിവരിക്കുന്ന സർവ്വജനത്തെയും കൊണ്ടുവന്നിട്ട് ഫറവോൻ കണ്ട സ്വപ്നത്തെ വിവരിക്കുവാനോ അതിനർത്ഥം പറഞ്ഞു കൊടുക്കുവാനോ അവർക്ക് കഴിഞ്ഞില്ല. ഹല്ലേലൂയ. അപ്പോഴാണ് പാനപാത്രവാഹകൻ ഫറവോനോടൊരു കാര്യം പറയുന്നു. അടിയനോട് ക്ഷമിക്കണമേ, ഞാനൊരു കാര്യം തെറ്റ് ചെയ്തു പോയി. ഹല്ലേലൂയ. അടിയനോട് ക്ഷമിക്കണമേ. എങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അടിയനോട് ക്ഷമിക്കണമേ, ഞാനൊരു തെറ്റ് ചെയ്തു പോയി. എന്താ എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ഈ സാഹചര്യത്തിൽ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ ഞങ്ങൾ രണ്ട് വ്യക്തി ജീവിതങ്ങൾ കണ്ട സ്വപ്നം അവൻ വിവരിക്കുവാനിടയായി. അതേപോലെ തന്നെ സംഭവിക്കുവാനിടയായി. അവൻ ആരാ എന്ന് ഫറവോൻ ചോദിച്ചു. ഹല്ലേലൂയ. ഫറവോൻ ചോദിച്ചപ്പോൾ അവൻ എബ്രായ ബാലനായിരിക്കുന്ന ജോസഫ് എന്ന് പറഞ്ഞിട്ട് ഫറവോനൊരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, രാജാവ് ആളെ അയച്ചു. ഹല്ലേലൂയ. ജോസഫിനെ പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ. അന്ന് വരെ ഹല്ലേലൂയ ജോസഫിനെ പുറത്തു കൊണ്ടുവരുവാൻ, പുറം ലോകം കാണുവാൻ ഹല്ലേലൂയ അനുവദിക്കാത്തവർ രാജാവിന്റെ കൽപ്പനയുമായി രഥവുമായി കടന്നു വന്നു. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവം ചെയ്യുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠവും മാന്യവുമായി നമുക്ക് വേണ്ടി ചെയ്യും. ഹല്ലേലൂയ. ദൈവജനത്തിന് വേണ്ടി ചെയ്യും. ഹല്ലേലൂയ. രാജാവ് ആളെ അയച്ചു, അവനെ കൊണ്ടുവന്നിട്ട് അവനെ ഒരുക്കി. ഹല്ലേലൂയ. അന്ന് വരെ ഉണ്ടായിരുന്ന ജീവിതത്തിന്റെ സ്റ്റൈല് മാറി, സ്ഥിതിക്ക് വ്യത്യാസം വന്നു. ഹല്ലേലൂയ. അവനോട് ഹല്ലേലൂയ ജയിലിന്റെ അധിപതികൾ സംസാരത്തിന്റെ സ്റ്റൈല് മാറി. ദൈവം നിന്നെ ഉയർത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ, ദൈവം നിന്നെ മാനിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, നിനക്കെതിരായും പ്രതികൂലമായും ദേഷ്യമായും സംസാരിച്ചവരുടെ സംസാരത്തിന്റെ ശൈലി മാറുവാനിടയായി തീരും. സ്വരത്തിന് വ്യത്യാസം വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ദൈവം നിനക്ക് വേണ്ടി ഒരു രഥത്തെ അയച്ചിരിക്കുകയാണ്. ഒരു കൽപ്പനയുമായി ദൈവം നിന്നെ മാനിക്കുവാൻ ഒരു വാകരവുമായി നീ നിൽക്കുന്നതായിരുന്ന മണ്ഡലത്തിൽ ദൈവം അയച്ചിരിക്കുകയാണ്. ഞാൻ ഇപ്രകാരമാണ് ചിന്തിക്കുന്നത്. ജയിൽ സൂപ്രണ്ട് പുറത്തു വന്നിട്ട് ഹല്ലേലൂയ നോക്കി, ഈ രഥം ആരുടെയാണ്? ഹല്ലേലൂയ. അപ്പോഴാണ് കാണുവാൻ കഴിയുന്നത്
ഫറവോന്റെ രഥമാണ്. ഹല്ലേലൂയ. അവന്റെ രാജാവിന്റെ സന്നിധിയിൽ നിന്ന് അവനെ ഭരിക്കുന്ന ഹല്ലേലൂയ ഫറവോന്റെ ഹല്ലേലൂയ രാജകൊട്ടാരത്തിൽ നിന്ന് എബ്രായൽ ബാരനായിരിക്കുന്ന നിസാരനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഫറവോൻ ഹല്ലേലൂയ രാജാവ് വാഹനത്തെ അയച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഓടിച്ചെന്നിട്ട് അവനോട് ഹല്ലേലൂയ വാഹനം ഓടിച്ചു കൊണ്ടുവന്ന അധിപതികളോട് അത് പറയുക, എന്താണ് കാര്യം? അവർ പറയുകയാണ്, രാജാവിന്റെ കൽപ്പനയാണ് ഇവിടെ ആയിരിക്കുന്ന എബ്രായ ബാലനായിരിക്കുന്ന ജോസഫിനെ പുറത്തു കൊണ്ടുവരുവാൻ. ഹല്ലേലൂയ. അവനെ പുറത്തു കൊണ്ടുവന്നതിന് ശേഷമായി തിരുവചനം രേഖപ്പെടുത്തുന്നത്, അവൻ ഹല്ലേലൂയ ശവരം ചെയ്ത് മുടികൾ വെട്ടി വസ്ത്രം പുതിയത് ഒടിപ്പിച്ചു. ഹല്ലേലൂയ. സാധാരണ വസ്ത്രമല്ല, വേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. ഹല്ലേലൂയ. കഷ്ടതയുടെ ഒന്നാം ഭാഗത്ത് അവന്റെ വസ്ത്രം വലിച്ചു കീറിയെങ്കിൽ രണ്ടാം ഭാഗത്ത് വസ്ത്രമില്ലാതെ അടിമച്ചന്തയിൽ നിന്നു എങ്കിൽ, മൂന്നാം ഭാഗത്ത് വസ്ത്രവുമായി ഉരിഞ്ഞു കളഞ്ഞിട്ട് ഓടിയെങ്കിൽ, നാലാം ഭാഗത്തേക്ക് വരുമ്പോൾ നിന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുമെന്നുള്ള തിരുവചനം അവിടെ സംഭവിക്കേണ്ടതിന് രാജവസ്ത്രം ധരിപ്പിക്കുവാനിടയായി. ഹല്ലേലൂയ. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്, രാജസന്നിധിയിൽ നിന്ന് ഹല്ലേലൂയ നേർത്ത വസ്ത്രം. ഹല്ലേലൂയ. അവൻ അന്ന് വരെ ജയിലിൽ ആയിരുന്ന വസ്ത്രത്തെ ദൈവം മാറ്റി. ഹല്ലേലൂയ. അവൻ അന്ന് വരെ ഹല്ലേലൂയ നടന്ന രീതിയിലല്ല. ഞാൻ ഇപ്രകാരമാണ് ചിന്തിക്കുന്നത്, നല്ല വസ്ത്രം ധരിച്ച് നല്ല രീതിയിൽ ഹല്ലേലൂയ സ്പ്രേ ഒക്കെ അടിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ അവൻ രാജാവിന്റെ രഥത്തിൽ കയറി. ഹല്ലേലൂയ. അന്ന് വരെ ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ കുറ്റവാളി എന്ന് കണ്ട് ആ രീതിയിൽ നോക്കുന്നവർ ഹല്ലേലൂയ അവരുടെ നോട്ടത്തിന് വ്യത്യാസം വന്ന് യജമാനനെ എങ്ങനെ നോക്കുന്നുവോ, ഒരു അധിപതിയെ എങ്ങനെ നോക്കുന്നുവോ, ഒരു മാനേജറിന് മുമ്പിൽ ഒരു ഡയറക്ടറിന് മുമ്പിൽ എങ്ങനെ നിൽക്കുന്നുവോ, അതേപോലെ ഹല്ലേലൂയ അവനെ നോക്കുവാനിടയായി. കഴിഞ്ഞ നിമിഷം വരെ ഹല്ലേലൂയ ഒരു കുറ്റവാളി എന്ന നിലയിൽ കണ്ടവരെ ഇതാ ദൈവം ഉയർത്തുവാൻ തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ ഒരു ദേശത്തിന്റെ അധിപതിയായി കാണുവാനിടയായി. അവരുടെ നോട്ടത്തിനും ഭാവത്തിനും സംസാരത്തിനും വ്യത്യാസം വന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ അവൻ യഹോവഭക്തനായി. ഭാവികളോട് അസൂയപ്പെടാതെ അവനോട് ചെയ്തതിനൊന്നും പ്രതികാരം ചെയ്യാതെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അതുകൊണ്ട് ദൈവമനെ മാനിക്കുവാൻ തുടങ്ങി. രാജകൊട്ടാരത്തിൽ ചെന്നു. രാജാവ്, ഞാൻ പ്രകാരമാണ് ചിന്തിക്കുന്നത്, രാജാവ് അവനെ അടി മുതൽ മുടി വരെ ഒന്ന് നോക്കി കാണും. ജയിലിലെ ആഹാരമല്ലേ, അവൻ ക്ഷീണിതനായി വന്ന് കാണും. അവനോട് പറയും, അവനോട് ദർശനം വിവരിച്ചു കൊടുത്ത പാനപാത്രവാഹകനോട് പറയുകയാണ്, ഈ രാജകൊട്ടാരത്തിലുള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠമായ കുടിക്കുവാൻ ഏറ്റവും ശ്രേഷ്ഠം എന്നതാ ഉള്ളത്, അത് ഈ ജോസഫിന് കൊടുക്കുക. ഈ പാനപാത്രവാഹകൻ ജോസഫിനെ പലപ്പോഴും കാരാഗ്രഹത്തിൽ വെച്ച് പീഡിപ്പിച്ചിട്ടുണ്ട്, വാക്കുകളുണ്ട് അവനെ പീഡിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആ ജോസഫിന്റെ മുമ്പിൽ പാനപാത്രവാഹകൻ, യജമാനനെ അങ്ങേക്ക് എന്ത് ആവശ്യമാണ്, എന്താണ് കുടിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് അവൻ ഒഴിച്ചു കൊടുക്കുന്നതായി കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. നിന്നെ ലോകം ദുഷിച്ചാൽ നീ ഭയപ്പെടേണ്ട, നീ യഹോവഭക്തിയോടെ ഇരുന്നാൽ മതി, നീ അസൂയപ്പെടാതിരുന്നാൽ മതി. നിന്നെ മാനിക്കുന്ന ഒരു ദിനമുണ്ട്. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ വെള്ളമൊക്കെ കുടിച്ചിട്ട് രാജാവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടു ചെല്ലുന്ന ഒരവസ്ഥയുണ്ട്. ഹല്ലേലൂയ. അവൻ ജയിലിൽ കിടന്നപ്പോൾ നാം ചിന്തിക്കണം, ഹല്ലേലൂയ അവന്റെ രണ്ട് കൈകളിലും ചങ്ങലയിട്ടിരുന്നു. ഹല്ലേലൂയ. രണ്ട് കാലുകളിലും ചങ്ങലയിട്ടിരുന്നു. ഹല്ലേലൂയ. അത് മാത്രമല്ല, കഴുത്തിൽ നിന്നൊരു ചങ്ങല അവന്റെ കാലിലും ഇട്ടിരുന്നു. ഹല്ലേലൂയ.
അങ്ങനെയാണ് അവൻ ജയിലിൽ കിടന്നത്. എന്നാൽ രാജാവിന്റെ കൊട്ടാരത്തിൽ ചെന്നപ്പോൾ അവന്റെ കൈകളുടെ ചങ്ങലകൾ മാറ്റി, അവന്റെ കഴുത്തിലെ ചങ്ങലകൾ മാറ്റി, കാലുകളുടെ ചങ്ങലകൾ മാറ്റി. ഹല്ലേലൂയ, സ്വാതന്ത്ര്യമുള്ളവനായി, ഹല്ലേലൂയ, അധികാരിയെ പോലെ ദൈവം അവനെ നിർത്തുവാനിടയായി. അവന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പോകുന്ന ദിനങ്ങളാണ്. കഷ്ടം സഹിച്ചാലെന്ത്, നിന്ന സഹിച്ചാലെന്ത്, വേദന സഹിച്ചാലെന്ത്, ദുഷികൾ കേട്ടാലെന്ത്, യഹോവയോടിരുന്നാൽ നിന്നെ മാനിക്കുന്ന ഒരു ദിനമുണ്ട്. ആരും അറിയാത്ത, ആരും കണ്ടിട്ടില്ലാത്ത, ആരും കേട്ടിട്ടില്ലാത്ത, ആരുടെ ഹൃദയത്തിൽ തോന്നിച്ചിട്ടില്ലാത്ത ഒരു നന്മ പ്രാപിക്കുവാൻ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ജോസഫിന് അവസരം ലഭിച്ചു എങ്കിൽ ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിന്മേൽ ലോകം ചിലപ്പോൾ ദുഷിച്ചേക്കാം. നീ അസൂയപ്പെടാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ മതി. ദൈവം തന്നെ നല്ല സമയത്ത്, തക്കതായ സമയത്ത്, നിന്നെ ഉയർത്തേണ്ട സമയത്ത് നിന്റെ ദൈവം ഉയർത്തുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. ജോസഫിനോട് വളരെ ആദരവോടെ ഹല്ലേലൂയ ഫറവോൻ പറയുന്ന കാര്യമുണ്ട്. ഞാൻ ചില ദിവസങ്ങളായി കിടന്നുറങ്ങിയിട്ട് ഞാൻ വല്ലാതെ വിഷാദനായിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ അർത്ഥമെന്ന് ആർക്കും പറഞ്ഞു തരുവാൻ കഴിയുന്നില്ല. ഞാൻ വല്ലാതെ വിഷാദനായിരിക്കുകയാണ്. യഹോവഭക്തനായവൻ ഫറവോനോട് പറയുകയാണ്, അങ്ങ് കണ്ട ദർശനം എന്താണ്, അങ്ങ് കണ്ട സ്വപ്നം എന്താണ്, ഒന്ന് പറഞ്ഞാട്ട്. സർവശക്തനായ ദൈവം അതിനെ ഇന്ന് പകൽക്കാലം അതിനെ വിവരിച്ചു തരുന്നവനാണ്. ആ ദർശനത്തെ വിവരിക്കുവാൻ എനിക്ക് കഴിവില്ല, എന്നാൽ എന്നിൽ വ്യാപരിക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവകൃപ ഇന്ന് രാത്രിക്കാലം, ഇന്ന് പകൽക്കാലം നീ കണ്ട സ്വപ്നത്തെ വിവരിച്ചു തരുവാനിടയായി തീരുമെന്ന് ദൈവനാമം അവിടെ ഉയർത്തുവാനിടയായി. ഹല്ലേലൂയ. ഞാനും നിങ്ങളുമാണെങ്കിൽ ഒരല്പ നിമിഷത്തേക്ക് സ്വയം ഒന്ന് പുഴുകുവാനിടയായി തീരും. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞാട്ടെ, ഞാനത് വിവരിക്കാമെന്ന്. എന്നാൽ യഹോവഭക്തനായവൻ പറഞ്ഞതാണ്, എനിക്കതിനുള്ള കഴിവില്ല, എനിക്കതിനുള്ള ത്രാണിയില്ല. ഹല്ലേലൂയ. എന്റെ മേൽ ഹല്ലേലൂയ നീ പറഞ്ഞാട്ട് എനിക്ക് വേണ്ടി അതിനെ വിവരിക്കുവാൻ തരുന്ന ഒരു ദൈവകൃപ തരുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം നിന്റെ സ്വപ്നത്തെ വിവരിക്കുവാൻ ശക്തനാണ്. നമുക്ക് സാധ്യതകൾ, ദൈവനാമത്തെ ഉയർത്തുവാൻ കിട്ടുന്ന അവസരങ്ങൾ ദൈവത്തെ ഉയർത്തുന്നവരായിരിക്കണം. സ്വയം പുകഴുവാൻ ഇടവരരുതെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതാണ് ജോസഫ് നമ്മുടെ ജീവിതത്തിൽ മാതൃകയായി ചെയ്തു തന്നത്. അവൻ കഷ്ടം പലതും സഹിച്ചിട്ടും അവനൊരു അവസരം ലഭിച്ചപ്പോൾ തന്നെത്താൻ പുകഴാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനിടയായി. ഹല്ലേലൂയ. അവന്റെ ജഡമുയരാതെ, ഹല്ലേലൂയ, അവന്റെ ബുദ്ധി ഉയരാതെ, ഹല്ലേലൂയ, അവന്റെ ഹല്ലേലൂയ ഒന്നും ഉയരാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനിടയായി. ഹല്ലേലൂയ. ഫറവോൻ ഹല്ലേലൂയ സ്വപ്നം വിവരിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ പറയുവാൻ തുടങ്ങി. അപ്പോൾ ഹല്ലേലൂയ അഭിഷേകത്തിന് സ്വപ്നത്തിന്റെ ഹല്ലേലൂയ വിവരണം കൊടുക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, രാജാവിനോട് പറയുകയാണ്, 7 സംവത്സരക്കാലം ഹല്ലേലൂയ ദേശത്ത് പുഷ്ടിയുള്ള ഹല്ലേലൂയ വർഷമായിരിക്കും. ആ സമയത്ത് ആഹാര സാധനങ്ങൾ ഹല്ലേലൂയ ശേഖരിച്ചു വെക്കണമെന്ന്. അതിന് ശേഷമായി 7 സംവത്സരം ക്ഷാമമുണ്ടാകുമെന്ന്. ഹല്ലേലൂയ. 7 സംവത്സരം ക്ഷാമമുണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കേണ്ടതിന്, അതിനെ ധരണം ചെയ്യേണ്ടതിന് നീ ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ചു വെക്കേണ്ടതിന് പണ്ടകശാലകൾ നിർമ്മിക്കുക. അതിന് ഹല്ലേലൂയ ബുദ്ധിയും വിവേകവും പരിജ്ഞാനവും ഉള്ള ഒരു വ്യക്തിയെ നീ അധിപതിയാക്കി വെക്കണം. അവിടെയും ജോസഫ് തന്നെത്താൻ പുകഴുവാനിടയായില്ല. അവൻ ഹല്ലേലൂയ പറയുകയാണ്, അവിടെ നിന്റെ ദേശത്ത് ബുദ്ധിയും പരിജ്ഞാനവും വിവേകവും അറിവുമുള്ള ഒരു വ്യക്തിയെ അതിനാക്കി തീർക്കണമെന്ന് പറയുമ്പോൾ രാജാവ് അവനോട് പറയുന്നൊരു വാക്കുണ്ട്. ഹല്ലേലൂയ. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവ പൈതലേ, നീ നിന്നെ തന്നെ പുകഴ്ത്തേണ്ട. ദൈവം നിന്നെ ഉയർത്തേണ്ട. ദൈവം നിന്നെ ഉയർത്തുവാൻ പോകുകയാണ്. രാജാവ് ഹല്ലേലൂയ ഫറവോൻ അവനോട് പറയുകയാണ്, നിന്നെ പോലെ പരിജ്ഞാനവും വിവേകവും ജ്ഞാനവും ഉള്ള ഒരു വ്യക്തി ഹല്ലേലൂയ ദേശത്തുണ്ടോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ.
എന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ഈ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈ ഹല്ലേലൂയ കസേരയല്ലാതെ, ഈ രാജാവിന്റെ സ്ഥാനമല്ലാതെ ബാക്കിയുള്ള സർവ്വതും നിന്റെ അധീനതയിലാണ്. നിനക്ക് ചെയ്യേണ്ടതൊക്കെ ചെയ്യാം. ഹല്ലേലൂയ. നിനക്ക് ബോധിച്ചതുപോലെ അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിനക്ക് ബോധിച്ചതുപോലെ ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. എന്നിട്ട് ആ രാജകൊട്ടാരത്തിനുണ്ടായിരുന്ന പ്രഭുക്കന്മാരോടും അധിപതികളോടും പറയുകയാണ്, ജോസഫ് എന്തു പറയുന്നുവോ അത് നിങ്ങൾ അനുസരിക്കണം. രാജാവ് മിസ്രൈം ദേശത്ത് ഒരു കൽപ്പന പുറപ്പെടുവിക്കുവാനിടയായി. ജോസഫിനെ അംഗീകരിച്ച് അവന്റെ അധീനതയിൽ അവൻ എന്തു പറയുന്നുവോ അത് ചെയ്ത് അനുസരിക്കാത്തവൻ രാജകൽപ്പനയ്ക്ക് വിപരീതമായി നിൽക്കുന്നവനെന്ന് ഓർത്തുകൊള്ളണം. അവരെ ദേശത്ത് തുടച്ചു മാറ്റുവാനിടയായി തീരാം. ഹല്ലേലൂയ. രാജകൽപ്പന രാജ്യത്തെങ്ങും അയച്ചു. ഹല്ലേലൂയ. അവർ ഹല്ലേലൂയ ജോസഫ് 7 സംവത്സരം ഹല്ലേലൂയ ഫലപുഷ്ടിയുള്ള കാലഘട്ടങ്ങളിൽ സംഭരിക്കുവാനിടയായി. ഹല്ലേലൂയ ആഹാരം സംഭരിച്ചു. ഹല്ലേലൂയ അവന്റെ ദർശനം ഇതാണ്. 11 കറ്റകളും ഹല്ലേലൂയ സൂര്യനും ചന്ദ്രനും അവനെ നമസ്കരിക്കുന്നു. ആ ഒരു ദർശനം കണ്ടത് മൂലമാണ് ഹല്ലേലൂയ അവൻ കഷ്ടങ്ങൾ അനവധിയായി സഹിക്കേണ്ടി വന്നത്. എന്നാൽ ഹല്ലേലൂയ ദർശനം ലഭിച്ച് കൊടുത്തവൻ അവന്റെ ദർശനത്തിന്റെ സമാപ്തിയിലേക്ക് വരുത്തുകയാണ്. ഹല്ലേലൂയ. കാലങ്ങൾ കഴിഞ്ഞു. ഹല്ലേലൂയ. അവന്റെ സഹോദരന്മാർ കനാൻ ദേശത്ത് പാർക്കുന്ന കാലയളവ്. കനാനിലും ഹല്ലേലൂയ ക്ഷാമം ആഞ്ഞടിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ തന്റെ ഹല്ലേലൂയ സഹോദരങ്ങൾക്ക്, തന്റെ തലമുറകൾക്ക്, തന്റെ ഭാര്യമാർക്ക്, ഹല്ലേലൂയ തന്റെ ദാസീദാസന്മാർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുവാൻ വകയില്ലാതെ ഹല്ലേലൂയ ജോസഫിന്റെ സഹോദരന്മാർ നെട്ടോട്ടമോടുകയാണ്. എന്ത് ചെയ്യും? സൂര്യൻ ഉദിക്കല്ലേ കർത്താവേ, സൂര്യൻ ഉദിക്കല്ലേ എന്നാണ് ഹല്ലേലൂയ യാക്കോബിന്റെ സഹോദരന്മാർ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുള്ളത് എന്നെന്റെ ചിന്താഗതിയിൽ ഞാൻ ചിന്തിക്കുകയാണ്. ഹല്ലേലൂയ സൂര്യൻ ഉദിച്ചാൽ ഹല്ലേലൂയ അവന്റെ ഹല്ലേലൂയ തലമുറകൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കണം. അപ്പൊ ഞങ്ങൾക്ക് വിശക്കുന്നു എന്ന് കുഞ്ഞുങ്ങൾ നിലവിളിക്കുവാനിടയായി തീരും. ആ കരച്ചിലിന്റെ ശബ്ദം കേൾക്കുവാൻ അവർക്ക് ത്രാണിയില്ല. ഭാര്യമാർ പറയും ഹല്ലേലൂയ ഞങ്ങൾക്ക് വിശക്കുന്നു, ഞങ്ങൾ മരിച്ചു പോകുമെന്ന്. അവരുടെ വാക്കുകൾ കേൾക്കുവാൻ അവർക്ക് ത്രാണിയില്ലാതിരിക്കുമ്പോൾ ഹല്ലേലൂയ യാക്കോബ് തന്റെ പുത്രന്മാരെ വിളിച്ചിട്ട് പറയുന്നു, ഞാനൊരു കേൾവി കേൾക്കുന്നു. ഹല്ലേലൂയ മിസ്രൈമിൽ ധാരാളം ധാന്യങ്ങളുണ്ട്. നിങ്ങൾ പോയി ഹല്ലേലൂയ വാങ്ങിക്കൊണ്ടുവരുവേ. ഹല്ലേലൂയ. ദർശനം കണ്ട വർഷം എത്ര കഴിഞ്ഞു? 17ാമത്തെ വയസ്സിൽ ഹല്ലേലൂയ യോസഫ് കണ്ട ദർശനമാണ്. വർഷങ്ങൾ കഴിഞ്ഞു. 30ാമത്തെ വയസ്സിലാണ് ഹല്ലേലൂയ ആ ദർശനത്തിന്റെ സമാപ്തിയിലേക്ക് എത്തിയത്. നിങ്ങൾ കണക്ക് കൂട്ടിക്കോ, എത്ര വർഷം അവൻ കഷ്ടം സഹിച്ചു. ഹല്ലേലൂയ. എത്ര വർഷം അവൻ നിന്ന് സഹിച്ചു. എത്ര വർഷം അവൻ ഹല്ലേലൂയ രാത്രിയാമങ്ങൾ ഉറങ്ങാതെ കിടന്ന് കരഞ്ഞ് ദൈവസന്നിധി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരമരളി. ഹല്ലേലൂയ. അവനോട് തന്റെ സഹോദരന്മാർ ചോദിച്ചല്ലോ, ഹല്ലേലൂയ നീ ഞങ്ങൾക്ക് രാജാവാകുമോ? നീ ഞങ്ങൾക്ക് അധിപതിയാകുമോ? ഹല്ലേലൂയ ദൈവവൈതലേ, നീ കണ്ട ദർശനം നിന്റെ സഹോദരങ്ങളോട്, നിന്റെ പ്രിയപ്പെട്ടവരോട് പറയുമ്പോൾ ഹല്ലേലൂയ അവർ ഹല്ലേലൂയ നിന്നെ പരിഹസിച്ച് മാറ്റി നിർത്തുമ്പോൾ നീ അവരോട് അസൂയപ്പെടരുത്. ഹല്ലേലൂയ. നിന്റെ യഹോവ ഭക്തി നീ മുറുകെ പിടിക്കണം. നിന്റെ സഹപാഠികൾ കൂടെ പ്രവർത്തിക്കുന്ന ഹല്ലേലൂയ മറ്റ് ജീവനക്കാർ ഹല്ലേലൂയ നിന്നെ പരിഹസിക്കുമ്പോൾ നീ അവരോട് അസൂയപ്പെടരുത്. നിനക്ക് ഹല്ലേലൂയ ദൈവം തന്ന ഒരു ദർശനമാണെങ്കിൽ അതിന്റെ സമാപ്തിയിലേക്ക് എത്തുവാൻ നീ എത്ര കഷ്ടം സഹിച്ചാലും, നാളുകൾ കഴിഞ്ഞാലും, വർഷങ്ങൾ കഴിഞ്ഞാലും, ദിവസങ്ങൾ മാറിയാലും ദൈവം നിന്നെ മാനിക്കുന്ന ഒരു ദിനമുണ്ട്. ഹല്ലേലൂയ. അവന്റെ സഹോദരന്മാർ കടന്നു വന്നിട്ട് ഹല്ലേലൂയ ജോസഫിന്റെ മുമ്പിൽ ഭിക്ഷ യാചിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഹല്ലേലൂയ. ഞങ്ങളുടെ ഹല്ലേലൂയ ഭാര്യമാർ, കുഞ്ഞുങ്ങൾ ദേശത്തൊക്കെ ഈ ക്ഷാമമായി ഇരിക്കുന്നത് കൊണ്ട് ആഹാരമില്ലാതെ വലയുകയാണ്. ഞങ്ങൾ ഒരപ്പന്റെ മക്കൾ. ഹല്ലേലൂയ. ഞങ്ങൾ പരമാർത്ഥികൾ. അവർ പറയുന്ന വാക്കുകൾ നാം ചിന്തിച്ചോണം.
ഹല്ലേലൂയ, ഞങ്ങൾ 12 പേരായിരുന്നു, എന്നാൽ ഒരുവരും ഇപ്പോൾ ഇല്ല. ഹല്ലേലൂയ, എങ്കിലും ഞങ്ങൾ ഒരപ്പന്റെ മക്കളാണ്, ഞങ്ങൾ പരമാർത്ഥികളാണെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനും എന്റെയും നിങ്ങളുടെയും മുമ്പിൽ പലപ്പോഴും പലരും വന്ന് ഇതേപോലെ പരമാർത്ഥികളാണെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ നാം അസൂയപ്പെടും. എന്നാൽ ജോസഫ് ഒരിക്കലും അസൂയപ്പെട്ടില്ല, അവരോട് ദേഷ്യം കാണിച്ചില്ല, അവരോട് കാര്യങ്ങൾ അന്വേഷിച്ചു. നിങ്ങൾ ഏത് ദേശത്തുനിന്ന് വരുന്നു എന്നൊക്കെ അന്വേഷിച്ചിട്ട് നിങ്ങൾ രാജ്യത്തിന്റെ ഒറ്റുകാരാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഹല്ലേലൂയ അവരോട് ദേഷ്യമൊന്നും കാണിക്കാതെ ഹല്ലേലൂയ അവർക്ക് ഹല്ലേലൂയ ജോസഫ് തന്റെ അധീനതയിലുള്ള വ്യക്തിജീവിതങ്ങളോട് പറയുകയാണ്, അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം കൊടുത്തുകൊള്ളണം. അതിന് ശേഷമായി അവർ കൊണ്ടുവന്ന ദ്രവ്യങ്ങൾ, ആ പൈസ അവരുടെ സഞ്ചിയിൽ തന്നെ കെട്ടി മടക്കി അയക്കണമെന്ന്. ഹല്ലേലൂയ, ഒരിക്കൽ ഈ സഹോദരന്മാർ ചോദിച്ചല്ലോ, ഹല്ലേലൂയ നീ ഞങ്ങൾക്ക് അനുമതിയാകുമെന്ന്. ഹല്ലേലൂയ, ആ സഹോദരന്മാർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, അന്ന് നമ്മുടെ സഹോദരനോട് ചെയ്തതാണ് ഇന്ന് നാം ഈ അനുഭവിക്കുന്ന വിധയെന്ന്. ഹല്ലേലൂയ, അവർക്കും ഒരു പശ്ചാത്താപത്തിന് ദൈവം വഴി ഒരുക്കി. ഹല്ലേലൂയ, അവർ പശ്ചാത്തപിച്ച് നിൽക്കുമ്പോൾ ദൈവം കരുണ കാണിച്ച് അവർക്ക് വേണ്ടി ഹല്ലേലൂയ വേണ്ട സാധനങ്ങൾ കൊടുത്തു വിടുവാനിടയായി. ഹല്ലേലൂയ, അവർ വന്ന് ജോസഫിനെ സാഷ്ടാംഗം വീണ്ടും നമസ്കരിച്ചു എന്നാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ, കൈകൂപ്പി നിന്നല്ല, ഹല്ലേലൂയ ജോസഫിനെ സാഷ്ടാംഗം വീണു. ഹല്ലേലൂയ, അവന്റെ കാലിൽ വീണു. ഹല്ലേലൂയ, എന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ പരമാർത്ഥികളാണ്, ഞങ്ങൾ ഒരപ്പന്റെ മക്കളാണ്, ഞങ്ങൾ രാജ്യത്തിന്റെ ഒറ്റുകാരല്ല. ഹല്ലേലൂയ, ഞങ്ങളെ ഹല്ലേലൂയ കുറ്റം വിധിക്കരുതെന്ന് പറഞ്ഞവർക്ക് ഹല്ലേലൂയ പറയുമ്പോൾ ഹല്ലേലൂയ അവർ പറഞ്ഞ വാക്കുകൾ ഹല്ലേലൂയ ഹല്ലേലൂയ അധിപതിയാകുമോ എന്ന് ചോദിച്ചല്ലോ. ദർശനം കണ്ടവൻ അധിപതിയായോ? കഷ്ടം സഹിച്ചവൻ അധിപതിയായോ? ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, അവൻ അധിപതിയായെങ്കിൽ നമ്മളെ അധിപതിയാക്കുവാൻ ദൈവം ശക്തനാണ്. നാം പാപികളോട് അസൂയപ്പെടാതെ ഹല്ലേലൂയ യഹോവ ഭക്തിയോട് കൂടിയായിരുന്നാൽ നമുക്കൊരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. സമയം നീണ്ടുപോയല്ലോ, അതെന്റെ സമയം ചുരുക്കത്തിൽ നിർത്തുകയാണ്. അതുകൊണ്ട് ജോസഫ് ഹല്ലേലൂയ തന്റെ സഹോദരന്മാർക്ക് വേണ്ടത് കൊടുത്തു. അതിന് ശേഷമായി തന്റെ പിതാവ് ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് അവൻ മനസ്സിലാക്കിയിട്ട് ഹല്ലേലൂയ തന്റെ പിതാവ് ഒരിക്കൽ പറഞ്ഞു, ഹല്ലേലൂയ എന്റെ നരയെ ഹല്ലേലൂയ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറക്കുമല്ലോ. ഹല്ലേലൂയ, അതിനവിടെ വിരാമം ഇടുവാനിടയായി. ഹല്ലേലൂയ, രണ്ടാമതായി ബെന്യാമിനെ കൊണ്ടു ചെന്നിട്ട് പിന്നെ ഈ കാര്യങ്ങൾ ചോദിച്ചിട്ടാ ഹല്ലേലൂയ ഞാൻ വേഗത്തിൽ നിർത്തുകയാണ്. ഹല്ലേലൂയ, യാക്കോബിനെ കൊണ്ടുവരേണ്ടതിന് ഹല്ലേലൂയ ജോസഫ് ഫറവോന്റെ രഥത്തെ ഹല്ലേലൂയ യാക്കോബിന്റെ എത്തിച്ചു. ഹല്ലേലൂയ, അവിടെയാണ് ഹല്ലേലൂയ തന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന്, ജോസഫ് ജീവിച്ചിരിക്കുന്നു, മരിച്ചുപോയി, ഇനി ഒരിക്കലും ഉയർച്ചയില്ല, മടങ്ങി വരികയില്ല, നിഷ്ഫലമായി പോയെന്ന് ചിന്തിച്ച മണ്ഡലത്തിൽ ഹല്ലേലൂയ ദർശനം ലഭിച്ചവൻ ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, അവൻ ഹല്ലേലൂയ അവന്റെ പ്രവൃത്തി നടക്കുന്നു എന്ന് ഹല്ലേലൂയ യാക്കോബ് അറിഞ്ഞപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകാരമാണ്, അവന് ചലനമുണ്ടായി, ചൈതന്യം പ്രാപിച്ചു. സ്തോത്രം. ഹല്ലേലൂയ, അവന്റെ ദുഃഖം മാറുവാനിടയായി. ദൈവം നിന്നെ മാനിക്കുമ്പോ, ദൈവം നിന്നെ ഉയർത്തുമ്പോ നീ മാത്രമല്ല അനുഗ്രഹിക്കപ്പെടുന്നത്, നിന്റെ ഭവനവും നിന്റെ കുടുംബവും ഹല്ലേലൂയ നിന്റെ മാതാപിതാക്കളും നിന്റെ സഹോദരങ്ങളും തലമുറകളും അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീരും. ദേശത്ത് നീ സാക്ഷ്യമുള്ളവനായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ യാക്കോബിന്റെ ഹല്ലേലൂയ ചുറ്റുപാടുമുള്ളവർ ഹല്ലേലൂയ നേരം വെളുത്തപ്പോൾ നോക്കുന്നത് എന്താണ്? അവിടെ ആനന്ദത്തിന്റെ ഒരു സന്തോഷത്തിന്റെ ഒരു ശബ്ദം കേൾക്കുന്നു. നോക്കിയപ്പോൾ ഇതാ ഹല്ലേലൂയ ഫറവോന്റെ രഥം. ഹല്ലേലൂയ, ദൈവത്തെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. ഹല്ലേലൂയ,
ജോസഫ് ദൈവത്തെ മാനിച്ചതുകൊണ്ട് അവന്റെ കുടുംബത്തെയും ദൈവം മാനിച്ചു. അവൻ ദേശത്ത് സാക്ഷിയുള്ളവനായി മാറുവാനിടയായി. ഹല്ലേലൂയ. യാക്കോബിനെ രഥത്തിൽ കയറ്റി ഹല്ലേലൂയ മിസ്രയീം ദേശത്തേക്ക് കൊണ്ടുപോയി. ഹല്ലേലൂയ. അവിടെ ആയിരുന്നപ്പോൾ യാക്കോബ് കണ്ട ദർശനം അല്ലെങ്കിൽ സംഭവിക്കുവാനിടയായി. വർഷങ്ങൾ കഴിഞ്ഞു എങ്കിലും അല്ലെങ്കിൽ സൂര്യനും ചന്ദ്രനും അല്ലെങ്കിൽ നക്ഷത്രങ്ങളും അവനെ നമസ്കരിക്കുന്നു എന്ന് കാണുവാൻ കണ്ട ദർശനം സംഭവിക്കുവാനിടയായി. ഹല്ലേലൂയ. ജോസഫിന്റെ ജീവിതത്തിൽ 4 കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഹല്ലേലൂയ. അവന്റെ സഹോദരന്മാരോട് അസൂയപ്പെട്ടില്ല. ഹല്ലേലൂയ. പാപികളായിരുന്ന സഹോദരന്മാരോട് അസൂയപ്പെടാതെ അവൻ യഹോവ ഭക്തിയോട് കൂടിയായിരുന്നു. അവനൊരു പ്രതിഫലം ഉണ്ടാകുമെന്ന് അവൻ കണ്ട ദർശനം അവന്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് അവൻ വിശ്വസിക്കുവാനിടയായി. ഹല്ലേലൂയ. 4-മതായി അവന്റെ പ്രത്യാശ കൈവിടാതെ അവൻ ജീവിക്കുവാനിടയായി. അതുകൊണ്ട് സദൃശവാക്യത്തിൽ പറയുന്നത് പോലെ ഹല്ലേലൂയ, ഞാനും നിങ്ങളും ദൈനംദിന ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന നമുക്ക് ഹല്ലേലൂയ ഇതൊരു ബുദ്ധി ഉപദേശമാണ്. ഹല്ലേലൂയ. നാം പാപികളോട് അസൂയപ്പെടരുത്. എല്ലായ്പ്പോഴും നാം യഹോവഭക്തിയോട് കൂടിയായിരിക്കണം. ഹല്ലേലൂയ. നിനക്കൊരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതിരിക്കേണ്ടതിന് നമുക്ക് എല്ലായ്പ്പോഴും യഹോവഭക്തിയോട് കൂടിയായിരിക്കാൻ സർവശക്തനായ ദൈവം കൃപ നൽകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ. എനിക്ക് വേണ്ടി അവസരമൊരുക്കി തന്ന ഗോഡ് ഈസ് ലവ് പ്രോഗ്രാം അഡ്മിനോടും മറ്റ് പ്രിയപ്പെട്ടവരോടും ഇത്രയും നേരം എന്നെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവജനത്തിനും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എന്നെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ.